എന്നാ മേന ചെയ്തേ? ഓ മൈ ഗുഡ്നെസ്, സൂപ്പറാണല്ലോ. അമ്മ എന്തി? അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? നിമിഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നോട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ആണോ? എന്നെ പരിപാടി? തിരക്ക് പിടിച്ച് എന്തൊക്കെ പരിപാടിയാണ്? നമുക്ക് ഫുള്ള് ബിസിയാണ്. നമ്മളിന്ന് ഫുള്ള് കുക്കിംഗ് ആണ്. നമ്മൾ നാളെ ക്യാമ്പറയ്ക്ക് പോവാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് നമ്മുടെ ആൾക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. അതെ. എന്താ മീറ? ഇപ്പോഴല്ല, നാളെ, ടുമാറോ കേട്ടോ. മീറയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എന്തൊക്കെയാ കുക്ക് ചെയ്യുന്നത് നമുക്ക് വഴിയെ കാണിച്ചു തരാം കേട്ടോ, അല്ലെ? ഒരുപാട് സംഭവങ്ങൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഫുൾ ഒരു ബിസി ഡേ ആണ് ഇവിടെ. നമുക്ക് മൊത്തം ഒരു കുക്കിംഗ് ഡേ ആണ് ശരിക്കും പറയുന്നത്. ഞാൻ ജിമ്മിൽ പോലും പോവാതെ ഇന്ന് കുക്കിങ്ങിലേക്ക് തിരിയുകയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം വഴിയെ കാണിക്കാലും. അതുകൂടാതെ നമ്മൾ റീബൂട്ടിൽ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതും വഴിയെ കാണിക്കാം കേട്ടോ എല്ലാവർക്കും. അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിമിഷ, നമ്മുടെ ക്യാമറനെ കുറിച്ച് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഭയങ്കര നല്ല ക്ലാരിറ്റിയാണ്, നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടല്ലേ. നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് വലിയ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. സത്യം വീഡിയോ ആയിട്ട് കാണുമ്പോഴല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ കമന്റ് ചെയ്ത് എല്ലാവർക്കും നന്ദി കേട്ടോ. അപ്പൊ നമ്മളെ സെയിം ക്യാമറ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇടയ്ക്ക് നിമിഷം ഇപ്പൊ കാപ്പി ഉണ്ടാക്കാനായിട്ട് വെള്ളം ചൂടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതെന്നാ നിമിഷം ഇത് ഈ സംഭവം? അത് നമ്മള് വട ഉണ്ടാക്കാനായിട്ട്, ഉഴുന്ന് വട ഉണ്ടാക്കാനായിട്ട് ഉഴുന്ന് പരിപ്പ് പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ തലേദിവസം അല്ലെ ഉഴുന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാണ് കേട്ടോ. ശരിയാവോന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം നമ്മുടെ ശോശി കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവൾക്ക് അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഉഴുന്നുവട. ഇഷ്ടമായിരുന്നു. ഞങ്ങൾ അതൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചിക്കൻ കട്ട്ലറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മട്ടൺ റോസ്റ്റ് അല്ലേ? മട്ടൺ ഭയങ്കര ഇഷ്ടമാണ്. മട്ടൺ റോസ്റ്റ്. തൊണ്ടവേദന ഉണ്ടോ നിനക്ക്? തൊണ്ടയ്ക്ക് ഒരു കിച്ച് തണുപ്പ് തുടങ്ങിയാണ്. പിന്നെ മാർബിൾ കേക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതും ഞങ്ങള് റെസിപ്പീസ് ഒക്കെ നമ്മൾ ഇതിനു മുന്നേ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ എല്ലാം നമ്മൾ വഴി വഴി നമ്മുടെ ഒരു തിരക്കേറിയ ദിവസമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഒക്കെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് പോലെ നമ്മൾ ഇന്ന് ചെയ്യുന്നതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ എല്ലാം കൂടെ വെച്ച് ഒക്കെ ഇന്ന് കാണിക്കാം കേട്ടോ. അതുപോലെ മിറക്കുട്ടിന്റെ മുടി ഞങ്ങൾ വെട്ടിയിട്ടോ. അയ്യോ, അത് പറയാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഒരു ഫോട്ടോ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ മിറക്കുട്ടിന്റെ ഒരു ഫോട്ടോ ഇതിപ്പോ ഞാൻ കെട്ടി വെച്ചേക്കാണ്. നമ്മൾ ഇതുവരെ ഏകദേശം വെട്ടിയിട്ടോ മുടി. മിറക്കുട്ടിന്റെ മുടി നമ്മൾ വെട്ടി. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര്, വീഡിയോയിലാണോ റീൽസിലാണോ, ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മീരയുടെ മുടി വെട്ടി കളയണം, ഇത്ര ചെറിയ കൊച്ചിന് എന്തിനാ ഇത്രയും മുടി വളർത്തുന്നതെന്നൊക്കെ ചോദിച്ചു. അതിന് കാരണക്കാരി ഞാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി വളർത്തുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഓർത്ത് എനിക്കോ വലിയ മുടിയൊന്നും ഇല്ല, എന്റെ കൊച്ചിനെങ്കിലും നല്ല നീളം മുടി വരണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഓർത്ത് പ്രശ്നം അല്ല, എനിക്ക് അത്രയും മുടി വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവള് സമ്മതിക്കില്ല, കെട്ടാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. ഇവള് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പാടാം. അപ്പൊ ഞാൻ ഓർത്ത് ഇപ്പൊ 4 വയസ്സല്ലേ ആയുള്ളൂ, കുറച്ചുകൂടെ കഴിയുമ്പം നമുക്ക് വേണമെങ്കിൽ ഇച്ചിരൂടെ ഒരു നമ്മളെയൊക്കെ അവള് സമ്മതിക്കൂല മുടിയൊക്കെ ആക്കാതെ. പിന്നെ അവളൂടെ പ്രാപ്തമാകുമ്പോ അവക്കൂടെ. പക്ഷെ എനിക്ക് വെട്ടി ഭയങ്കര നല്ലതെന്ന് തോന്നുന്നുണ്ട്. കാരണം അവള് എന്താ പറയാ നല്ല ചേരുന്നുണ്ട് മിറയ്ക്ക് അല്ലേ. ശരിക്കും നമ്മുടെ മാമാട്ടിക്കുട്ടിയമ്മയെ പോലെ മിറയുടെ മുടി നന്നായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ ഇപ്പൊ എന്താ എളുപ്പം, സൈഡിൽ 2 ക്ലിപ്പ് വെക്കുവോ അല്ലെങ്കിൽ ഒരു ഹെയർ ബാൻഡ് വെക്കുകയോ ചെയ്താൽ മതി കേട്ടോ. മിറ ഇവിടെ ഭയങ്കര ഡ്രോയിങ്. മിറയുടെ ഡ്രോയിങ് കളറിങ് അല്ലെ, എന്ത് രസമായിട്ടാണ് മിറ കളർ ചെയ്യുന്നല്ലേ. നോക്കി എന്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നോക്കി. ഓക്കെ, വെരി ഗുഡ്. ഉഴുന്നോടെ ഉണ്ടാക്കാനുള്ള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. സവാള, പച്ചമുളക്, പിന്നെ കറിവേപ്പില എടുക്കുമായിരുന്നു കേട്ടോ. കറിവേപ്പില ഞാൻ പറയുമായിരുന്നു, നമ്മുടെ ഈ കറിവേപ്പില എന്ത് ഫ്രഷ് ആയിട്ടായിരിക്കണേ നോക്കിയേ. എല്ലാവർക്കും അറിയാവോന്ന് എനിക്ക് അറിയത്തില്ല. പുറം നാട്ടിലൊക്കെ താമസിക്കുമ്പോൾ നമുക്കിങ്ങനെ കറിവേപ്പില ഫ്രിഡ്ജിനകത്തൊക്കെ ഇടുമ്പോൾ കുറച്ച് നാളെന്ന് വെക്കണമല്ലോ. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിന്റെ ഒരു ഇതുണ്ടോ, ഒരു ടിഷ്യൂ പേപ്പറിന്റെ ഒരു പീസ് നമ്മൾ കീറിയിട്ട് അതിന്റെ കൂടെ ഈ കരിവേപ്പില ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് കുറേ നാൾ ഇതുപോലെ തന്നെ ഇരിക്കും. മറ്റേ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ അത് വാടിപ്പോകുമല്ലോ. ഇത് വാടാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ തന്നെ നമ്മൾ എടുക്കണ പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഞാൻ പെട്ടു ഗൈസ്. ഇവള് എന്നെ ഇത് മൊത്തം വരച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു മിറ. മിറമോളെ ഡാഡിക്ക് ഒത്തിരി പണി കൊണ്ടിടാ, സമ്മതിക്കില്ല അല്ല മിറ. ഇത് ഞാൻ വരച്ച ബോളാട്ടോ, എങ്ങനെയുണ്ടെന്ന് അത് കൊള്ളാം. എന്റെ കൊച്ചു വരച്ച എന്തിയാ, ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ, ഇത് സൂപ്പറാണ്. അത് നോക്കട്ടെ. ഡാഡി വരച്ച ബോള്, ഡാഡി വരച്ച ക്യാരറ്റ്. ഇതാരാ മിറ? ഹൂസ് ദാറ്റ്? ആരാ? ബെലറീന. അടിപൊളി. ഇത് മിറക്കോട്ടം വരച്ചാണ് കേട്ടോ, പച്ച ബെല്ലറീന. നിമിഷ, ഇത് ഇങ്ങനെ മാവായി കഴിയുമ്പോഴേ നമ്മുടെ യൂട്യൂബിൽ കണ്ടാണ് കേട്ടോ, നമ്മളിങ്ങനെ ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഒരു 5 മിനിറ്റ് എന്നാ പറയുന്നത്. എന്നാലും അതിന് നന്നായിട്ട്
എയറേഷൻ ആവുള്ളൂ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത്. ഓക്കെ. മനസ്സിലായോ? കാരണം നമ്മൾ നമ്മുടെ സ്പാച്ചിൽ വെച്ച് തന്നെ നമുക്കൊന്ന് ഇളക്കി അതിനൊന്ന് എയറേറ്റ് ചെയ്യാം കേട്ടോ. എല്ലായിടത്തും ഒന്ന് എയർ ചെല്ലണം, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് വരും എന്നാ പറയുന്നത് കേട്ടോ. മാവൊക്കെ നല്ല ഷേപ്പ് ഉണ്ടല്ലോ. കൊള്ളാം. കട്ടിയുണ്ട് കേട്ടോ. കട്ടി വേണം. കഴിഞ്ഞ തവണ ഇച്ചിരി ലൂസായി പോയായിരുന്നു, പ്രാവശ്യം ഇച്ചിരി കട്ടിയായിട്ട്. സവാളയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം മിക്സ് ചെയ്തിട്ടോ ഞങ്ങളിത് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ വിഭവമാണ്. അല്ല നിമിഷ മിന്നിച്ചേക്കണേ, ശരിയാവണേ. ഇത് ഞങ്ങളെ ഓർത്തുന്ന ഒരു വട കഴിക്കുവാണെങ്കിൽ നമുക്ക് എനർജി ഒക്കെ വരുമല്ലോ. പണ്ട് നമ്മൾ ഈ യാത്രയൊക്കെ പോകുമ്പോൾ ആദ്യം നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഒരു മസാല ദോശ ഒരു വടയും കഴിക്കും അല്ലേ? അന്നേരം ഒരു എനർജി കിട്ടുന്ന പോലെ നമ്മൾ ഇന്ന് ഒരു വടയിൽ നിന്നാണ് ആദ്യം ഞങ്ങൾ തുടങ്ങുന്നത്. മാവ് കാണാനൊക്കെ രസമുണ്ട്. മതിന് ശരിയാക്കിയാൽ മതിയായിരിക്കും അല്ലേ? പയ്യെ ചുട്ടെടുക്കാം നമുക്ക്. ശരിയായ മതിയായിരുന്നു കേട്ടോ, അറിയില്ല. ഞങ്ങൾ ആദ്യമേ ഇച്ചിരി വലിയ സ്റ്റെയിനറാണ് കേട്ടോ. വലുതാണെന്ന് അറിയാം, അതിൻ്റെ അകത്ത് വീഴൊന്നും അറിയത്തില്ല. ഇങ്ങനെയാണ് നമ്മൾ വടയിൽ തുളയിടുന്നത്. നമുക്ക് വേറെ ചെറിയ സ്റ്റെയിനർ ഇല്ലാതെ പോയി. സക്സസ്ഫുൾ. ഇത് വീണ് വലിയ വടയല്ലേ? കുറച്ച് വലിപ്പം കൂടുതലാണെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരേ സമയത്ത് ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? ഞാൻ വട ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് നിമിഷ ചിക്കൻ കട്ട് ചെയ്യാം കേട്ടോ, കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട്. നമ്മള് ചിക്കന്റെ ബ്രസ്റ്റ് ഫില്ലറ്റ് ആണ് കേട്ടോ മേടിച്ചേക്കണേ. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താലാ പരിപാടികൾ തീരത്തില്ല കേട്ടോ. നമ്മുടെ ഉഴുന്നുവട നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കി, കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. പക്ഷേ ഞാൻ ഇപ്പൊ പൊളിച്ച് നോക്കിയില്ല. എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് പയ്യെ പൊളിക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഇത് എന്നാ മറക്കട്ടെ? ഇത് ഡോനറ്റ് അല്ല, ഇത് വേറൊരു സാധന. വട പറഞ്ഞേ, വട. എന്നാ എന്റെ കൊച്ചു വട കഴിച്ചോ? ഉഴുന്ന് വട കഴിച്ചോ? ഏറ്റവും ഇഷ്ടമുള്ള സാധനം അത്. കഴിച്ചോ? ക്രഞ്ചി ആണല്ലോ. ഒച്ച ഉണ്ടല്ലോ. കഴിച്ചേ? കൊള്ളാവടാ? ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അപ്പടെ 3 ഉണ്ടാക്കിയുള്ളൂ. ഇപ്പൊ ഉണ്ടാക്കും തോറും സംഭവം ശരിയായി വരുന്നുണ്ട് കേട്ടോ. വലിയ വടയാണ് കേട്ടോ. അടിപൊളി. അവിടെ ചെരുപ്പ് പോയി. അങ്ങനെ നമ്മുടെ വടയെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിമിഷം അതിൻ്റെ ഇടയ്ക്ക് ഒരു അടിപൊളി ചമ്മന്തിയും കൂടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വരുന്നതോറും നന്നായി വരുന്നില്ലായിരുന്നു നിമിഷം വട. നോക്കി, നല്ല ക്രിസ്പി വടയാണ് കേട്ടോ. അവസാനം ഉണ്ടാക്കി വട ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ സൗണ്ട് കേൾക്കുന്ന കേട്ടോ? ഇങ്ങനെ നമ്മുടെ ചമ്മന്തിക്കകത്ത് നെയ്യ് ഇങ്ങനെ മുക്കി, ഞങ്ങൾ ഇന്ന് തന്നെ തീർക്കും കേട്ടോ ചമ്മന്തി. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് തന്നെ മുക്കി എടുത്ത് കഴിക്കുന്നത്. കഴിച്ചോട്ടെ? അടിപൊളിയല്ലേ? ഞങ്ങൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്കൊരു വട തിന്നാനൊരു ആഗ്രഹമല്ലേ ചായ? ഇന്നലെ ഞങ്ങളൊരു വ്ളോഗ് കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് ആ വ്ളോഗർ വടയും ചമ്മന്തിയും, പക്ഷെ പുള്ളിക്കാരൻ മുളക് ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഉണ്ടാക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് പക്ഷെ നമ്മൾ നല്ല അടിപൊളി പച്ച ചമ്മന്തി ഉണ്ടാക്കിയിട്ട് സൂപ്പർ. നല്ല മരമരാന്നിരിക്കുന്ന വടയാട്ടോ. നല്ലൊരു ഇഷ്ടം. എല്ലാം അടിപൊളിയാണ്. നമുക്കിനി അവിടെ ചെന്നിട്ട് വേറെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം അവിടെ ചെന്ന്. കാരണം ഇവിടെ നമ്മൾ ഉണ്ടാക്കിപ്പോ ഈ വട ഇങ്ങനെ ഈ ചൂടോടെ കഴിക്കാനായിട്ട് 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ്. തണുപ്പത്ത് ഒന്നാമത് അത് എന്താ പറയുക, ഫ്രഷ് ആയിട്ടിരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ കഴിച്ച് നിർവൃതിയാണ്. ശോഷു വി ആർ ദ സോറി. ബേബിക്ക് ബെഡ് ഉണ്ടാക്കുവാണ് കേട്ടോ മീരക്കുട്ടൻ. അത് കൊള്ളാം. ഇവിടെ എന്താ നിമിഷം? ഇവിടെ നമ്മളെ കട്ട്ലറ്റിനുള്ള ചിക്കനൊക്കെ ഷ്രെഡ് ചെയ്ത ചിക്കനൊക്കെ എന്ന മസാലയൊക്കെ ഇട്ടൊന്ന് പരട്ടുവാണ്. നല്ല മുട്ട ചിക്കി പൊരിക്കുന്ന പോലെ ഉണ്ടല്ലേ? മസാല ഇട്ടോണ്ടിരിക്കുകയാണ്. മസാല ഇട്ടോ നീ? മസാല ഇട്ടു. ആണോ? നമ്മൾ റെസിപ്പി ആയിട്ട് കാണിക്കുന്നില്ല, കാരണം നമ്മൾ എപ്പോഴും കാണിച്ചിട്ടുണ്ട്. ചിക്കൻ കട്ട്ലറ്റ് കാണിച്ചിട്ടില്ല, പക്ഷെ എന്നാലും അത് അറിയാതായിട്ട് ആരും കാണില്ല കേട്ടോ. അതെ, പിന്നെ ഒരു ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേണേൽ കാണിക്കാൻ പറ്റിയ കാണിക്കാം അല്ലേ? അതേസമയം മട്ടൻ ഞാനിവിടെ ജസ്റ്റ് കുറച്ച് മസാലയൊക്കെ പുരട്ടി നമ്മുടെ കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങക്കൊത്തൊക്കെ മേളിൽ തൂവി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഗ്രേവി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം. മസാല സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് ഒലത്തി അങ്ങ് എടുത്താൽ മതി. റോസ്റ്റ് ആക്കിയാൽ പോലും നമ്മുടെ പരിപാടികൾ പകുതി ആയെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അവസാനമായിട്ട് നമുക്ക് ഇനി എന്താ പറയാ, മാർബിൾ കേക്കുകൾ ഉണ്ടാക്കാനുള്ളൂ. He's strong. I have muscles in me. You have muscles? Wow, look at your leg. I have these muscles. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാലിന്റെ മസിൽ ഇവിടെ കാണിക്കും കേട്ടോ. അത് കണ്ടി muscles too. ആണോ? And
Life Christmas. ഓ സൂപ്പർ. ഓ തലയും കുത്തി പറയുന്നു. യെസ് മീറ. Hey, Daddy. Hey, Daddy. I want to show you my picture. I want to show you my picture. ഓക്കെ 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 കാണിച്ചു എടുത്തോണ്ട് വാ ഡാഡി കാണാം. Can you show me your picture? Where is it? And my picture's so here. ഇന്നിപ്പോ കാണിച്ച്. And I show you Jesus stuff. ഓക്കെ. Come ഓ on. ഓ അങ്ങോട്ട് ചെല്ലണോ? എവിടെ മോളെ പിക്ചറാ? പിക്ചർ എവിടെയാ? പിക്ചർ കാണാൻ ഞങ്ങൾ വന്നേക്കുന്നത്. ഇതാണ് മെറിയുടെ പ്ലേ റൂം. എൻ്റെ ദൈവമേ എന്തൊരു ടോയ്സാ. ദൈവട്ടം വരുമ്പോൾ നമുക്ക് ഇവിടെ കളിപ്പിക്കണം കേട്ടോ അവനെ. കേട്ടോ? മലയാള മാസം 1158 ചിങ്ങം 10. And with this, with this. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം നിമിഷ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മറക്കുവാണല്ലോ നിമിഷ. Now you come. ഓക്കെ എൻ്റെ വരുന്നു വായി നോക്കണം. You think. അത് കൊള്ളാം. Food order. ആ തീർച്ച ഫുഡ് ഓവർ തേർന്നു. കഴിഞ്ഞോ മീറ? No, not it. I am not a dentist. One. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് മീറ ഫുള്ള് ഡെന്റിസ്റ്റിന്റെ അടുത്തായിരുന്നു കേട്ടോ. കഴിഞ്ഞോ മീറ? മീറയുടെ ഡെന്റിസ്റ്റിന്റെ പേരെന്താ? Michael. മൈക്കിൾ. ആ ഓക്കെ ആണോ മീറ? ആ Oh, I see the food. Another one. എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം ഡെന്റിസ്റ്റിന്റെ അടുത്ത് വായ വിളിച്ച് കിടക്കുന്ന കേട്ടോ. We put cap in our lechon. ക്യാപ്പ് വെക്കാൻ പോകുന്നു. ഇച്ചാന്റെ പല്ലിൽ ക്യാപ്പ് വെക്കണം. അയ്യോ ക്യാപ്പ് വെച്ച് കൊടുക്കും പറ. ആ വെച്ച് കൊടുക്ക്. ആ മീറ ക്യാപ്പ് വെച്ച് കൊടുക്കുക. കഴിഞ്ഞില്ലേ? No, I feel and I give final touch. ആണോ? Yeah. ഫൈനൽ ടച്ച് അടി. There's some soda. What? What's the matter again? ഡോക്ടർ മതി ഡോക്ടർ. ഞങ്ങളപ്പതേ നമ്മുടെ കട്ട്ലറ്റ് ഒക്കെ വറുത്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടല്ലോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ വെച്ചാൽ. ഞാൻ കഴിച്ചില്ല. ഞാൻ പിന്നത്തേക്ക് കഴിക്കാൻ വെച്ചേക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം അതെ മട്ടൻ എനിക്ക് വയ്യ ഉണ്ടാക്കണം. നീ നിമിഷം പറയാൻ വന്നേ? അല്ല അടുത്ത സെറ്റ് ആയിട്ടുണ്ടെന്ന് പറയുക. അതും കൂടെ എടുക്കും. അടുത്ത സെറ്റ് ഞാൻ ചിലപ്പോൾ മൊത്തം വറക്കാൻ സാധ്യതയില്ല കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ ഇത്രയും വറുത്തിട്ട് ബാക്കി ഞങ്ങൾ ഫ്രീസറിൽ വെക്കും കേട്ടോ. വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട്. കാരണം ഇവിടെ ഇപ്പം നമ്മൾ വറുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചൂടോടെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും. തണുപ്പും കൂടെ ഒക്കെ തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭയങ്കര തണുപ്പാണ്. അവിടെ ചെന്നിട്ട് ചൂടോടെ കഴിക്കാനായിട്ട് ഞങ്ങൾ പിന്നെ എന്താ പറയാ കുറച്ച് ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോഴേ അവർക്ക് കൊടുക്കാനും വറുത്തോണ്ട് പോകും. ബാക്കി ഞങ്ങൾ ഫ്രീസ് ചെയ്തോണ്ട് പോകും അവിടെ ചെന്നിട്ട് വറക്കാനായിട്ട്. നിമിഷം അതേ മട്ടനൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് നോക്കി. സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ വേവിച്ച് മൊരിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് അടിപൊളിയാണോ? പൊടിഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ ഓൾറെഡി എന്താ പറയാ നല്ല വെന്ത് നല്ല പരുവായിട്ടിരിക്കുക. മരുന്ന് ബീഫ് എന്നൊക്കെ പറയുന്നല്ല, മരുന്ന് മട്ടൻ എന്ന് വേണം വിളിക്കാം അല്ലേ? അതുപോലെയാണ്. മാർബിൾ കേക്ക് ഞങ്ങൾ ഒരു രാത്രി ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയോണ്ട് ബാക്കി നമുക്ക് രാത്രി ഉണ്ടാക്കിയാൽ പോരെ. മേരക്കൊണ്ട യെസ് മേരക്കൊണ്ട കളിക്കാൻ വിളിക്കുന്നതാണ് നിമിഷാനെ. അങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിമിഷം എവിടെ തന്നെ പരിപാടി? നമ്മൾ അടുക്കി വെക്കുമല്ലേ? നമ്മുടെ അടുക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ റീബോട്ടിന്റെ തണുപ്പിന് കുറെ ഡ്രസ്സൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മുടെ എന്താ പറയാ വിലയുടെ ഇതൊക്കെ കളഞ്ഞ് പതുക്കെ എല്ലാം മടക്കി വെക്കണം. മിറക്കുണ്ടിന്റെ ഇവിടെ ഇരിക്കുന്നു. മിറക്കുണ്ടിന്റെ ദേണ്ടിരിക്കണു. അത് മിറയുടെ അത് മിറക്കുണ്ടിന്റെ യൂണിക്കോണിന്റെ ഉടുപ്പ്. റീബോട്ടിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു. മിറക്കുണ്ടിന്റെ റീബോട്ടിന്റെ ഡ്രസ്സ് ഒന്ന് കാണിക്കാം. ഇതുണ്ട് മിറക്കുണ്ടിന്റെ യൂണിക്കോണ്. ഇത് മിറക്കുണ്ടിന്റെ ആണ് അല്ലേ മിറക്കുടാ? സ്ട്രോബെറി. റീബോട്ടിനെ ഞങ്ങള് തണുപ്പിന് വേണ്ടിട്ട് അവൻ നേരെ തണുപ്പിലേക്കാ വരുന്നത്. അപ്പൊ അവനെ നമ്മുടെ റീക്കുട്ടിന് ഉണ്ടോ പാന്റ്, ഇതിന്റെ പാന്റ്, ഇതിന്റെ തന്നെ ഇതുണ്ട് ടോപ്പ്. പിന്നെ ഇതുപോലെ ഡൈനോടെ വേറെ ഡൈനോടെ. ഇപ്പൊ ഈ തണുപ്പത്ത് ഇതില്ലാതെ പറ്റത്തില്ല കേട്ടോ. അതല്ലാതെ നമ്മൾ കുറെ ഡ്രസ്സ് വേറെ മേടിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഇത് കണ്ടോ? ഇതും അതുപോലെ തന്നെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. നമ്മുടെ റീവിന് മേടിച്ചാ. കാരണം ഇവക്ക് നമ്മൾ ഈ അടുത്തൊക്കെ കുറെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വേറെ ഒരെണ്ണം
നല്ല ഭംഗിയുണ്ടല്ലേ? ഇതൊക്കെ നല്ല എല്ലാം എല്ലായിടത്തും ഞങ്ങൾ ഒരു ദിവസം മൊത്തം കറങ്ങി നടന്ന് മേടിച്ചു കിട്ടും. അവന് ഇനി വരുമ്പം അതുകൊണ്ട് അവന് സൈസൊക്കെ ഒന്ന് കേറാതെ വരരുത് അല്ലേ? അതെ അതെ കേറുമെന്ന് നമുക്ക് ഉറപ്പില്ല. കേറിയാൽ അവന് കാണിച്ചു തരട്ടെ. ഇച്ചിരി പൊക്കം വണ്ണൊക്കെ വെച്ചെന്ന് തോന്നുന്നു കേട്ടോ. അതെ പൊക്കോ ഇത് നല്ലതല്ലേ? ഒരു നിറ്റഡ് വെയർ ആണ് കേട്ടോ. നല്ല ജാക്കറ്റ്. ഇതും ഫുള്ള് ഡ്രസ്സാണ്. ഇത് എന്തോ നിറ്റ് വെയർ, ഇതെല്ലാം ഒരു അല്ലേ? അത് നല്ലതല്ലേ? എനിക്കത് ഇഷ്ടമാണ്. നല്ല നല്ല നല്ല. ഇച്ചാനും ഇതിൻ്റെ തന്നെ സെയിം ഒരെണ്ണം ഉണ്ടേ. ഞാൻ ഇതിൻ്റെ കുറച്ച് പാൻറ്റ് ഇതെല്ലാം നമ്മുടെ റീവിന് നമ്മൾ മേടിച്ചേക്കണതാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ ഒരു സെറ്റ് കേട്ടോ. തകർത്തു. അതിൻ്റെ അത് മൊത്തം വിന്ററിനുള്ള ഡ്രസ്സാട്ടോ. വിന്ററിന്റെ ആണ് ഞങ്ങൾ മെയിനായിട്ട്. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഈ പണ്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഇപ്പോഴത്തേക്ക് നമ്മൾക്ക് അതൊന്നും പോരാ. പിന്നെ പിള്ളേർ പെട്ടെന്നല്ലേ നമുക്ക് ചേഞ്ച് ആവുന്നത്. നമുക്ക് നേരത്തെ ഒന്നും നമുക്ക് പറ്റില്ല കേട്ടോ. അടിപൊളി. എന്തോരം ഡ്രസ്സാല്ലേ? മിറക്കൂട്ടിനുണ്ടല്ലോ ഡ്രസ്സ്. മിറക്കൂട്ടിന് ഇഷ്ടം പോലെ ഉണ്ട്. വേറെ കവറിനകത്ത് മിറക്കൂട്ടിനുണ്ട് അല്ലേ മോനെ? എടി മിറയുടെ മുടി ഒന്ന് അയച്ചു കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ മുടി വെട്ടിയത് എല്ലാവരും ഒന്ന് കാണിക്കാം. കണ്ടോ? ഇത് ഞങ്ങളുടെ മാമാട്ടിക്കുട്ടിയമ്മയാണോ? നോക്കിക്കേ മാമാട്ടിക്കുട്ടി. ഇവിടെ നോക്കി. ഡാഡി നോക്ക് പോനെ. ഡാഡി ഒന്ന് നോക്കി. ഡാഡി നോക്കി. അവള് കണ്ണാടി നോക്കുക. അയ്യോ എന്തൊരു സുന്ദരിയാണേ. കൊള്ളോട്ടെ. നല്ല രസമുണ്ടല്ലേ? ഞങ്ങളുടെ മാമാട്ടിക്കുട്ടി ആയിട്ടോ മിറക്കൂട്ടൻ ഇപ്പൊ. അയ്യോ അയ്യോ നമുക്കെന്നാ വീഡിയോ കൂടെ പയ്യങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം. അതിൽ ഇത്ര ആയില്ലേ അല്ലേ? അതെ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മിറക്കൂട്ടാ. യെസ് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. നാളെ ഞങ്ങളുടെ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ഡേ ആണ് കേട്ടോ. അതെ ക്യാൻബറയ്ക്ക് ഞങ്ങൾ പോവും. പിന്നെ നാളെ കഴിഞ്ഞാണ് നമ്മൾ പോയി നമ്മുടെ റിയൂസിന്റെയും പപ്പനും മമ്മിനെയൊക്കെ വിളിക്കുന്നത്. പോകണ്ടേ? മിറക്കൂട്ട വരുന്നില്ലേ? അവനെ കൗറ്റ്. ചിലപ്പോഴേ കൊണ്ടുകൊണ്ടുള്ള സ്ഥലമല്ല വണ്ടിക്കകത്ത്. അതുകൊണ്ട് മിക്കവാറും I'm not now, tomorrow. ഓക്കെ. നിമിഷം നല്ലൊരു പാട്ട് പാടി നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം. സ്വരരാഗമാം മയൂരമേ പീലിയേഴും വീശിവാ സ്വരരാഗമാം മയൂരമേ ആയിരം വരവന്നങ്ങൾ ആയിരം വരവന്നങ്ങൾ ആടുമേ ഋതുസന്ധ്യയിൽ പീലിയേഴും വീശിവാ സ്വരരാഗമാം മയൂരമേ. നിമിഷം എന്നാ പിന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. ഞങ്ങളത് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഫുഡ് മറൽ കേക്ക് ഒക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-80% എല്ലാ പരിപാടികളും പകുതി പരിപാടിയെല്ലാം കഴിഞ്ഞോട്ടെ. പകുതി മുക്കാലും കഴിഞ്ഞോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ആ കേക്ക് കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ തീരും. പിന്നെ നമുക്ക് ഇതൊക്കെ അടുക്കി വെക്കണം. പിന്നെ ഫ്രീസറിലെടുത്ത് അതെ അടുക്കി വെക്കണം. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് റെഡി ആവണം. അപ്പൊ അതൊക്കെ ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗും കൂടെ ആയിട്ട് പറ്റുവാണെങ്കിൽ ഞങ്ങളൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോയി എല്ലാമൊക്കെ ചെയ്ത് റെഡിയാക്കി നാളെ ഒരു അല്ലേ ഒരു 10 മണി 9 മണിയാക്കാൻ പറയണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പം ഇതേ വീഡിയോസ് ഒക്കെ ഇനി പുറകെ നല്ല അടിപൊളി വീഡിയോ വരുന്നുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം കിടലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും നിമിഷം